ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചോക്ലേറ്റ് കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് എല്ലായിടത്തേക്കും ആക്കി കൊടുത്തിട്ട് ബാക്കി വരുന്ന മൈദ തട്ടിക്കളയാം. ബട്ടർ പേപ്പർ ഉള്ളവർ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മളൊരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ നമ്മളൊരു അരിപ്പ വെച്ചിട്ടുണ്ട്, 1/4 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പം ഒരു 2-3 വട്ടം അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. പിന്നെ അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കവിടെ സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നനവൊന്നുമില്ലാത്തൊരു പാത്രം എടുത്ത് അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞങ്ങളിവിടെ വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. വിസ്കും എടുക്കുന്നത് നനവില്ലാത്തതായിരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വിസ്ക് ഇല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടും ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഇല്ലെങ്കിൽ മിക്സി വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. ഒരുമിച്ച് പഞ്ചസാര പൊടിച്ചതിടണ്ട, പകരം ഇങ്ങനെ കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്കതൊന്ന് യോജിപ്പിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ നമ്മളിത് യൂസ് ചെയ്യാതിരിക്കുക. കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ നന്നായിട്ട് ഇങ്ങനെ പഞ്ചസാര മിക്സായി കിട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഓയിലാണ്. അപ്പം വെളിച്ചെണ്ണ ഒഴികെയുള്ള ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൈദ മിക്സ് ഒരുമിച്ചിടാതെ കുറച്ചായിട്ട് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഓവറായിട്ട് കുത്തി ഇളക്കാനും പാടില്ല, മെല്ലെ വേണം നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഓവറായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേക്ക് പൊങ്ങി കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി കൊക്കോ പൗഡർ ആദ്യം ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സമയം കുറച്ച് ചോക്ലേറ്റ് നമ്മൾ കടയിൽ നിന്ന് ഡയറി മിൽക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ അത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി ഇല്ലേ, അതും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നേരത്തെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചില്ലേ ആ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 30-35 മിനിറ്റ് ഒരു ലോൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിലുള്ള ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ഓവനൊന്നും ഇല്ലാതെ കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിത് ക്രീം വെച്ചിട്ടൊന്ന് ഫ്രോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വിപ്പിംഗ് ക്രീമോ ചോക്ലേറ്റോ ഒന്നും യൂസ് ചെയ്യാതെ തയ്യാറാക്കിയിരിക്കുന്ന ക്രീമാണ് കേട്ടോ. നിങ്ങൾക്ക് ക്രീം ഒന്നും യൂസ് ചെയ്യാതെ കേക്ക് മാത്രമായിട്ടും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ മാത്രം ചെയ്താൽ മതി. ഞങ്ങൾ കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ക്രീമിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് സെറ്റാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ സെറ്റാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.